ഹായ് ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളെല്ലാവരും ഗോതമ്പോട്ട് ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പം നനയ്ക്കുമ്പം ചിലപ്പം ഉണ്ട കെട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ ഒരു പുതിയൊരു റെസിപ്പി പറഞ്ഞുതരാം. മിക്കവാറുമുള്ള എല്ലാവർക്കൊക്കെ അറിയാൻ വയ്യാത്തവർക്കാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ട് തലേന്നത്തെ കുറച്ച് ചോറുണ്ടല്ലോ, ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചോറ്, ആ ചോറും ഇട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന്, അപ്പോൾ ഇത് മിക്സിയിലിട്ട് കറക്കിയെടുത്ത് കഴിയുമ്പം നല്ല ഫൈനായിട്ട് കട്ട പിടിക്കാതെ തന്നെ നമുക്ക് വെള്ളമൊന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ തേങ്ങ പിച്ചിരിക്കിയതും കൂടെ ഇട്ടിട്ട് നമുക്കത് അടിപൊളിയായിട്ട് പുട്ട് പുഴുങ്ങിയെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു കുറ്റി പുട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീൻ വറുക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ചോറിനായിട്ട്. അപ്പോൾ രാവിലെ 7 മണിക്ക് മുന്നേ ഒരു 6:45 6:50 ആകുമ്പോൾ കുഞ്ഞാറ്റ് ട്യൂഷന് പോവേ. അപ്പോൾ അതിന് മുന്നേ ചോറും കാപ്പിയും എല്ലാം അവർക്ക് പാക്ക് ചെയ്ത് കൊടുത്തു വിടണം കേട്ടോ. ട്യൂഷൻ കഴിഞ്ഞ് കാപ്പിയും കുടിക്കും. പിന്നെ ഉച്ചത്തേക്കുള്ള ചോറൊക്കെ കൊടുത്തു വിടുകയെല്ലാം വേണം. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് രാവിലെ കൊണ്ടുപോകാനായിട്ട് ലഞ്ചിന് കുറച്ച് തോരനും ചമ്മന്തിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ചോറും തോരനും ചമ്മന്തിയും എല്ലാം കൂടെ വെച്ച്, മീൻ വറുത്തതും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ലഞ്ച് ബോക്സ് തയ്യാറാക്കാവേ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പുട്ടിന് ഇന്ന് കടലക്കറി ആയിരുന്നു കേട്ടോ ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം കേട്ടോ. മാറ്റി നമുക്ക് ഡൈനിങ് ടേബിളിലോട്ട് മാറ്റി വെക്കാം. കടലക്കറി നല്ല കൊഴുത്ത് കിട്ടാനായിട്ട് വേറൊരു മെത്തേഡുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചോറൊക്കെ എടുത്ത് വെച്ചു, ചോറും കറികളും എല്ലാം റെഡിയാക്കി നമുക്ക് ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ കൊണ്ടുപോകാനായിട്ടേ. അങ്ങനെ അപ്പോഴത്തേനും നമ്മുടെ പുട്ട് അവിടെ ആവി വന്നു കേട്ടോ. പുട്ടിന് നല്ല കണക്ക് ആവി വന്ന് ഈ പുട്ടൊന്ന് കാണിച്ചു തരാം. കുറ്റിയിൽ നിന്ന് ഇറക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞൊന്നും പോകാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റുമാണ് പുട്ടിങ്ങനെ മിക്സിയിലിട്ട് ചോറുമായിട്ട് കറക്കി എടുത്തെടുക്കുമ്പം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങൾ വരുമല്ലോ നമ്മുടെ സിങ്കിൽ, സ്വാഭാവികമാണത്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടുണ്ടാക്കിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്തു നോക്കണം. കുറച്ച് മാവെടുത്തിട്ട് തലേന്നത്തെ ചോറ്, ഫ്രിഡ്ജിൽ വെച്ച ചോറ് ആവശ്യത്തിനിട്ടതിന് ശേഷം ഒന്ന് കറക്കിയെടുത്ത് ഉപ്പും കൂടെ ചേർത്ത് തേങ്ങ ചിരിക്കിയതും കൂടെ ചേർത്ത് നമ്മുടെ പുട്ട് പുഴുങ്ങിയെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റേത് നമ്മൾ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ ഉണ്ട കെട്ടിയൊക്കെ ചെയ്യും. അതിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെസിപ്പി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മുടെ കുഞ്ഞാറ്റയൊക്കെ റെഡിയായി കഴിഞ്ഞു. സ്കൂളിൽ പോകാനായിട്ട് ലഞ്ച് ബോക്സും ബ്രേക്ക്ഫാസ്റ്റും വെള്ളവും എല്ലാം എടുത്തു വെച്ച് അപ്പോൾ ബാഗ് സെറ്റാക്കി കേട്ടോ ഇറങ്ങാൻ പോവുകയാണേ. കുഞ്ഞാറ്റ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചായ കുടിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആയിരുന്നു കുടിക്കാമല്ലോ, വെപ്രാളം പിടിച്ച് അപ്പോൾ കുടിക്കണ്ടല്ലോ. അവളെ വിട്ട് കഴിയുമ്പോൾ പിന്നെ സമാധാനമുണ്ട്, കുറച്ച് സമയം നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ പുട്ടുണ്ടാക്കുന്ന റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി അറിഞ്ഞുകൂടാൻ മേത്തരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ, സീ യു.